ഇനി നമുക്ക് മലഹോര, മിളകോരെ, പെപ്പർ റൈസ്, കുരുമുളക് നെയ്സാദം എന്നൊക്കെ പറയണ ഒരു ഡിഷ് ഉണ്ടാക്കാം. അത് 2 ഡിഫറെൻറ്റ് ടൈപ്പിൽ കേട്ടോ. ഒന്ന് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട്, ഒന്ന് നമ്മളുടെ തിരുപ്പതി വെങ്കടാചലപതിയുടെ ഫേമസ് പ്രസാദമാണത്. ശയനഭോഗയുടെ സമയത്ത് 3-ാം മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈവേദ്യമായിട്ട് കൊടുക്കണ പ്രസാദമാണ് കേട്ടോ മലഹോര. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ട് ടേസ്റ്റി, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെപ്പർ റൈസ്, ഫ്രൈഡ് റൈസും. ഓക്കെ, വരും നോക്കാം. അപ്പോൾ അമ്പലത്തിലെ രുചിയിൽ ഈ മിളകോര ഉണ്ടാക്കാൻ വേണ്ടി ഒരു 3-4 സ്പൂൺ ചെറിയ തേങ്ങ ഞാൻ ചുടുവെള്ളത്തിലിട്ട് അതുപോലെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഇനി ഞാനിതാ 1 കപ്പ് അരിയാണ്, നമ്മൾ ചോറിന് വയ്ക്കാൻ എടുക്കണ അരി കേട്ടോ. നമ്മൾ ഫ്രൈഡ് റൈസിനോ അല്ലെങ്കിൽ പുലാവിനൊക്കെ എടുക്കില്ലേ, ബസുമതി അല്ല, മറ്റേ സാധാരണ പച്ചരി, ചോറ് വയ്ക്കണ പച്ചരി. അത് 1 കപ്പ്. എനിക്ക് ഈ അരിക്ക് കറക്റ്റ് 1 കപ്പിന് 2 കപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിന് വെന്ത് വരും. പക്ഷെ നമുക്കിത് കുറച്ച് ഈ തൈര് സാദമൊക്കെ പോലെ കുറച്ച് സ്മാഷി ആയിട്ടിരിക്കണം, കുറച്ച് കുഴഞ്ഞിരിക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൽ അത്രയും 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, പിന്നെ 1/2 കപ്പ് നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഇതിന് മതിയാവും. ഇതൊന്ന് കുഴഞ്ഞ് കിട്ടാൻ ഇത്രയും വെള്ളം മതി. നിങ്ങളുടെ അരി അനുസരിച്ചിട്ടുള്ളൂ. കുറച്ചൊന്ന് സ്മാഷ് ചെയ്തിരിക്കണം തൈര് സാദത്തിൻ്റെ അളവിൽ കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് അരി, 2 ഗ്ലാസ് വെള്ളം, 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ, പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മളത് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിടണ്ട, പൊടിയണ്ട, നമുക്കൊന്ന് തരിതിരിയായിട്ട് പൊടിച്ച് എടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഈ കുരുമുളകാണ് നമ്മൾ 2 ഡിഷിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് കശുവണ്ടി കൂടി വേണം നമുക്ക്. ഞാനിവിടെ 7 എണ്ണം എടുത്തിട്ടുണ്ട്. തിരുപ്പതിക്ക് ഏഴിമല എന്നും കൂടി പേരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 7 കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഒരു 1/4 സ്പൂണ് കായപ്പൊടി കൂടി വേണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ ചോറ് വേവട്ടെ കേട്ടോ. അരി നമുക്ക് അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ്, നമ്മുടെ പെപ്പർ റൈസ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടണം, അതുണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വേവിച്ച് ആറിയ, അതാണ് കേട്ടോ, ഇതാ വേവിച്ച് നല്ല ചൂടാറിയ അരിയാണ്, ചോറാണ്. അപ്പോൾ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായി മുറിച്ച സവാള, ഒരു ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും കൂടി ഞാൻ അതിലേക്ക് കീറിയിടുന്നുണ്ട്. പിന്നെ നമുക്ക് എണ്ണ, കുട്ടികൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് എടുത്തോളൂ. ഞാനിപ്പോൾ ഇവിടെ കുട്ടികളെല്ലാം ഉള്ളത് വീട്ടിലൊക്കെ വലിയ ആൾക്കാരാണ്, അപ്പോൾ ഞാൻ എണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു 4-5 മണി ജീരകം പൊട്ടിച്ചു. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളുടെ ക്യാരറ്റും കൂടി അതിനകത്തേക്ക് ചേർത്തി കൊടുക്കണം. അപ്പോൾ തിരുപ്പതി ബാലാജിക്ക് തിരുപ്പതിയിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് 3-ാം മണി കഴിഞ്ഞിട്ടുള്ള പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നൈവേദ്യം പ്രസാദമായിട്ട് വയ്ക്കുക, ഈ മലഹോര. അത് ഭഗവാന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് പ്രസാദങ്ങൾ വെച്ച് പൂജിക്കുമ്പോൾ രാത്രി നല്ല സ്പൈസി ആയിട്ടുള്ള ഈ പ്രസാദമാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത്. പ്രസാദം നമ്മൾ ചോറ് വെന്ത ശേഷം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ പ്രസാദത്തിനെ പറ്റി കൂടുതൽ സ്റ്റോറികൾ അറിയുന്നു വെച്ചാൽ എന്തായാലും ഞങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരണം കേട്ടോ, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ ക്യാരറ്റൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളുടെ ഈ ചോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചോറിൻ്റെ വെള്ളം നല്ലോണം വറ്റി പോണ വരെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഞാൻ 2-3 കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ, കുട്ടികൾക്കാണെങ്കിൽ എരിവ് നോക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ 1 സ്പൂൺ ഞാനിതിലേക്ക് ഇപ്പോൾ കുരുമുളക് നമ്മൾ ചതച്ച് വെച്ചില്ലേ, ആ കുരുമുളക് 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. എനിക്കിതിൽ കുറച്ചുകൂടി കുരുമുളകും കുറച്ച് ഉപ്പും കൂടി വേണമെന്ന് തോന്നി, കുറച്ച് കുറവ് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത് അത് വീണ്ടും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് കുറവായിരുന്നു ഉപ്പ്. ഇപ്പോൾ ഈ ഉപ്പും കൂടി ചേർത്ത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കുരുമുളക് റൈസ് ഇതാ ഒരുവിധം വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടില്ല, കുറച്ചുകൂടി ആവാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-2 സാധനം കൂടി ചേർത്താനുണ്ട് കേട്ടോ. അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ചിരവിയത് ഒരു 2-3 സ്പൂൺ ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ വേണ്ട കേട്ടോ, ഒരു 2 വലിയ സ്പൂൺ ഇട്ടാൽ മതി. ഒരു 2 വലിയ സ്പൂൺ തേങ്ങ ചിരവിയത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചോറിലത്തെ വെള്ളം നല്ലോണം പോകണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചോറാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം, കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്ക് നല്ല ഇഷ്ടം. ഇനി നമുക്കതിലേക്ക് 1 പിടി കൊത്തമല്ലി ഇല, അത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഞാൻ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ ഇതിന് ലഞ്ച് ബോക്സിൽ എന്തിൻ്റെ കൂടെയാണ് കൊടുത്തയക്കേണ്ടതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാട്ടുള്ളൂ. നമ്മുടെ ചോറ് നോക്കുമ്പോൾ എന്തൊരു രസമാണെന്ന് പറയും. വീഡിയോയിൽ എത്ര അറിയാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല രസമാണ്, കളർഫുള്ളാണിത്, നേരിട്ട് കാണാൻ നല്ല മണമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ എന്തായാലും മടിക്കേണ്ട, അത്ര പണിയൊന്നുമില്ല, ഈസിയാണ്. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 പിടി ചോറെടുത്ത് മാറ്റി വെച്ചോളൂ. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
നിങ്ങൾക്ക് നല്ല ഇഷ്ടം, കുട്ടികൾക്ക് നല്ല ഇഷ്ടം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തയക്കും കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കുമ്പോൾ ഈ കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഇടുക, ഈ നമ്മുടെ പെപ്പർ റൈസ്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ടിങ്, നമ്മുടെ ക്യാരറ്റോ കക്കടിയൊക്കെ സലാഡിന് കട്ട് ചെയ്യണില്ലേ, ആ സാധനങ്ങൾ കൊടുത്തയക്കുക. അതല്ലെങ്കിൽ കുട്ടികൾക്ക് വെജിറ്റബിൾസ് എല്ലാം ഇഷ്ടം, ഫ്രൂട്ട്സ് ആണെങ്കിൽ പൈനാപ്പിളും ആപ്പിളും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കൂ. പിന്നെ വേണ്ടത് നല്ല കട്ട തൈരാണ്, പുളി കുറവുള്ള കട്ട തൈരിൽ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൂടി ചേർത്ത് കൊടുക്കൂ കേട്ടോ. ഈ കോമ്പിനേഷൻ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുകൂടി സെറ്റാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കൂ, അവർക്കിഷ്ടാവും. അവർ മാത്രമല്ല നിങ്ങളും കഴിച്ചു നോക്കണേ, നിങ്ങൾക്കും നല്ല ഇഷ്ടമാവും. ഇനി നമുക്ക് മലഹോര കൂടി ഉണ്ടാക്കാം. ഇത് പ്രസാദമാണെങ്കിലും ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള നല്ല ലൈറ്റ് ഫുഡാണത്. നമ്മളുടെ കുരുമുളക് സാദം പൊങ്കലൊക്കെ അതുപോലെ. അപ്പോൾ ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണ്. ഇത് എന്തായാലും ട്രൈ ചെയ്തോളൂ കേട്ടോ. വേവിച്ച് ഉടച്ച ആ ചോറ് നമുക്കിതുപോലെ നല്ല ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയാണ്, നല്ല മണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് എടുക്കണം. ആ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വറുത്ത് കോരി വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ചെയ്യേണ്ടത്, നമ്മളുടെ ഈ നെയ്യിൽ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും നമ്മൾ എടുത്തു വെച്ച കായം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാട്ടുള്ളൂ. ഇനി ഈ ചൂടായ നെയ്യിലേക്ക് തന്നെ നമ്മുടെ കുരുമുളകും കായം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ കായം ഇടണ വീഡിയോ കട്ടായി പോയതാണ് കേട്ടോ. കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ആ കശുവണ്ടി ഇതിലേക്ക് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളുടെ നന്നായിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടില്ലേ ആ ചോറിലേക്ക് അതുകൂടി ചേർത്ത് മൂപ്പിച്ചത് നമുക്ക് ഇതിലേക്ക് കൊട്ടി കൊടുക്കണം. ഇത് എന്തൊരു മണമെന്നറിയോ. എങ്ങനെ ഞാനിപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭഗവാൻ ഇത് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക. അത്ര നല്ലൊരു മണമാണ് ഈ ചോറിൻ്റെ. നല്ല മണവും നല്ല സോഫ്റ്റായിട്ട് ആ ചോറ് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ കേട്ടോ, ഇഷ്ടമാവും. അപ്പോൾ നമ്മളുടെ മലഹോര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രസാദം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഇത് പ്രസാദത്തിനെന്ന് അങ്ങനെ വിചാരിക്കേണ്ട. പ്രസാദങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാം. നമുക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. നല്ല രസമാണ്. നല്ല പച്ചമുളക് ഇട്ട തേങ്ങ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ഇത് കൂട്ടി കഴിക്കുക. നല്ല സൂപ്പർ കോംബോ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നുണ്ടാക്കിയ 2 ഡിഷ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിനാണെങ്കിലും നല്ല 2 ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ മറക്കില്ല, അതെനിക്കറിയാം. പുതിയതായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.